Hello, welcome all. excelguru.co.in ഗൂഗിൾ ഷീറ്റ് കോഴ്സിൻ്റെ 5ാമത് റെക്കോർഡ് വീഡിയോ ആണിത്. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യുന്നത് മൊഡ്യൂൾ 4 ആണ്. ബി പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ വളരെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. എന്താണ്, നമ്മൾ ഒരുപാട് തിയറി പഠിക്കാതെ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ എക്സൽ ആയാലും മറ്റ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളൊക്കെ ആയാൽ നമ്മളത് ഒരുപാട് അതിൻ്റെ ടൂളുകൾ പഠിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നതിലുപരിയായിട്ട് അത് ചെയ്ത് പഠിക്കുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സൽ ആസ്പിരൻ്റ് എന്ന നിലക്ക് ഞാൻ കേവലം സം ഫംഗ്ഷനും ഒരു മാത്സ് ഫംഗ്ഷനും മാത്രം അറിയുന്ന സമയത്തായിരുന്നു ഏകദേശം 10-60 ഷീറ്റുള്ള ഒരു കോളേജിലെ ഫെസ്റ്റ് നടത്താൻ ആവശ്യമായുള്ള വലിയ ഫയലുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അത് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ള ആശയം മാത്രമാണ്. എക്സൽ എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ നമ്മൾ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ള ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ രൂപത്തിൽ നിർമ്മിക്കാം, എന്താണ് നമ്മുടെ ലക്ഷ്യം, നമുക്ക് വേണ്ടത് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൃത്യമായിട്ട് യൂട്യൂബിനോടും മറ്റും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ChatGPTയും മറ്റു AI ടൂളുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഇനി നമ്മളിന്ന് പറയുന്നത് മൊഡ്യൂൾ 4 കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബി പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ലിസ്റ്റ്, ഒരു 4 തരം മാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. മാർക്ക് ലിസ്റ്റ് ടോട്ടലാണ് ഒന്നാമത്തേത്. നമ്മളതിൽ ടോട്ടലാണ് ഞാൻ പഠിക്കുന്നത്. നമ്മൾ പഠിച്ചതാണ്, സമ്മിൻ്റെ കൂടെ പഠിച്ചതാണ്. പിന്നെ ആൾട്ടർനേറ്റിംഗ് കളേഴ്സ് എന്നുള്ളൊരു ഫീച്ചർ പറയും. ഒരു ലൈവ് ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാർക്ക് ലിസ്റ്റ് വിത്ത് ടോട്ടൽ ആൻഡ് പെർസെൻറ്റേജ് എന്നുള്ളത് ഒരു ചാപ്റ്ററാണ്. അതിലിപ്പോൾ നമ്മൾ ടോട്ടലിലെ കൂടെ പെർസെൻറ്റേജ് ശതമാനം കൂടി ആഡ് ചെയ്യും. അപ്പോൾ നമ്മളത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് പഠിക്കും. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ് നമ്മൾ ഒരു കുട്ടി ജയിച്ചാൽ അല്ലെങ്കിൽ 18ൻ്റെ മേലെ മാർക്കുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ആ മാർക്കിൻ്റെ നേരെ അത് നോർമലായിരിക്കുകയും ഫെയിലാണെന്നുണ്ടെങ്കിൽ ചുവപ്പ് കളറിൽ ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതിനാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ തോറ്റ വിഷയങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാം, ഏത് രൂപത്തിൽ ഹൈലൈറ്റ് ചെയ്യാം. സാധാരണ നമ്മൾ തോറ്റ മാർക്കിനാണ് ഹൈലൈറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫെയിലാണെന്നുണ്ടെങ്കിൽ റെഡ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. പിന്നെ പെർസെൻറ്റേജിൻ്റെ കൂടെ നമ്മൾ പിന്നെ റാങ്ക് പറയും, 32ാമത്തെ അധ്യായം. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രീസ് കോളംസ് റോസ് പറയും. അത് നമുക്ക് കൃത്യമായിട്ട് എന്നാണ് അപ്പോൾ മനസ്സിലാക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ റാങ്കും അതിൻ്റെ സ്റ്റാറ്റസ് കൂടെ പറയും. ഓക്കെ, അതോടുകൂടി മൊഡ്യൂൾ 4 നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൽ ഈ ഒരു മൊഡ്യൂളിൽ 3 ലെസൺസാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഒന്ന് കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് തിരിച്ചു വരാം. പ്രധാനമായിട്ടും ചെയ്ത് പഠിക്കുന്ന സമയത്താണ് പഠിക്കാൻ പറ്റുക. അപ്പോൾ ചെയ്ത് പഠിക്കാൻ നിങ്ങളുടെ മദ്രസയിലേക്കോ നിങ്ങളുടെ സ്ഥാപനങ്ങളിലേക്കോ സ്കൂളിലേക്കോ വർക്ക് ചെയ്യുന്ന ഏത് സ്ഥാപനമാണ്, ഇനി സ്വന്തമായിട്ട് വേറെ ഏതെങ്കിലും ഷോപ്പുകളിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കാര്യം ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ എന്തൊക്കെ കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എക്സൽ ഉപയോഗിച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന പരിശോധിക്കുക എന്നുള്ളതാണ്. ഒരു മദ്രസയിൽ വ്യത്യസ്തമായ പല ആവശ്യങ്ങളുണ്ടാവും, ഒരു സ്കൂളിൽ വ്യത്യസ്തമായ പല ആവശ്യങ്ങളുണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം മൊഡ്യൂളുകളിൽ നോക്കിയിട്ടും മറ്റുമായിട്ട് നമ്മൾ കൃത്യമായിട്ട് ടെംപ്ലേറ്റുകൾ കണ്ടും സെർച്ച് ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ളൊരു ഡിസൈൻ നമ്മുടെ മനസ്സിലുണ്ടാക്കുക. അത് പിന്നീട് നമ്മുടെ ഗൂഗിൾ ഷീറ്റ് ക്യാൻവാസിലേക്ക് പകർത്തുക. അപ്പോൾ എന്നിലൊരു എക്സൽ ഉണ്ടായിത്തീർന്നു, നല്ലൊരു എക്സ്പേർട്ടായിട്ട് മാറാൻ സാധിച്ചിട്ടുള്ളത് എൻ്റെ വർക്കുകൾ മാത്രമാണ്. അല്ലാതെ ഞാൻ ഇരുന്ന് പഠിച്ചതല്ല എന്ന് പറഞ്ഞാൽ സം ഫംഗ്ഷൻ എണ്ണി പഠിച്ചതല്ല. ഓരോ VLOOKUP ഫംഗ്ഷൻ ഞാൻ പഠിക്കുന്നത് അത് ഉപയോഗിച്ച് പഠിക്കുകയാണ്. അപ്പോൾ അത് പ്രാക്ടിക്കലായിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പഠിച്ച രൂപത്തിലായിരിക്കണം, അത് മാത്രമാണ് എനിക്ക് പറയാൻ പറ്റുക. അതുകൊണ്ടാണ് ഞാൻ ആ രൂപത്തിൽ ഞാൻ എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുന്നതിൽ ആരും ബുദ്ധിമുട്ടുണ്ടാവണ്ട എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഏതൊരു വിഷയം വന്നാലും നമ്മൾ ആ സ്പോട്ടിൽ അതിന് നമ്മളുടെ മനസ്സിലിട്ടിട്ടത്
ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മനസ്സിൽ നമുക്ക് എങ്ങനെ ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റും എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ഷെയർ ചെയ്യുന്ന സ്ലാഷ് ട്രാക്കറും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ മുമ്പ് മദ്രസ വർക്ക് ചെയ്ത സമയത്ത് മദ്രസയിലുണ്ടായിരുന്ന കമ്മിറ്റിക്കാർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ശമ്പള കാൽക്കുലേറ്ററാണ്. ജസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളൂ, അവർ ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, ഇതിൽ പിന്നെ സാലറിയും അവരുടെ ഡീറ്റെയിൽസൊക്കെ പറയുന്നതാണ്. ഇവിടെ മദ്രസയും ബ്രാഞ്ച് മദ്രസയും സാലറി എത്രയാണെന്ന് പറയുന്നു. വരിസംഖ്യ അവരെത്ര തന്നെന്ന് നമ്മൾ രേഖപ്പെടുത്തിയാൽ നമുക്ക് എന്ത് ചെയ്യും, ഓരോരുത്തർക്ക് എത്ര കൊടുക്കാനുള്ളത്, കേന്ദ്ര മദ്രസക്ക് എത്ര കൊടുക്കാനുള്ളത് എന്നൊക്കെ കിട്ടുന്ന രൂപത്തിലുള്ള ഒരു ടെംപ്ലേറ്റാണിത്. ഓക്കെ, അങ്ങനെ ഒരു ശമ്പള റിപ്പോർട്ട് അടക്കം വരുന്ന സാധനമാണ്. ഇതൊക്കെ വളരെ പിന്നെന്താണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ മാസത്തെ വരിസംഖ്യ എത്ര കിട്ടിയെന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കായി കിട്ടുന്നു. അപ്പോൾ ഓരോ ഉസ്താദുമാരും കിട്ടിയ വരിസംഖ്യ രേഖപ്പെടുത്തുന്ന സമയത്ത് ഇതിന് കൊടുക്കാനുള്ള ശമ്പളം കമ്മിറ്റി 32,000 റുപ്യാണ് കൊടുക്കാനുള്ള രൂപത്തിൽ കിട്ടുന്ന രൂപത്തിൽ സെറ്റ് ചെയ്ത സാധനമാണ് ഇത്. ഇതൊക്കെ വളരെ ബേസിക്കായിട്ട് ചെയ്യും. ഇത്തരം കാര്യങ്ങൾ വർക്ക് ചെയ്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മളിത് ഉപയോഗിക്കുകയും പിന്നീട് നമ്മൾ ഇപ്പം പഠിക്കുകയും പിന്നീട് നമ്മളത് ഉപേക്ഷിക്കുകയും ചെയ്താൽ കാലാന്തരങ്ങളിൽ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിരന്തരം ഉപയോഗിച്ച് നോക്കുക. നമ്മുടെ യൂട്യൂബ് പ്ലേലിസ്റ്റ് യൂട്യൂബുള്ള കാലത്തോളം നമ്മുടെ ചാനൽ വീഡിയോ ഡിലീറ്റ് ആവാത്ത കാലത്തോളം അവിടെ ഉണ്ടാകും, നിങ്ങൾക്ക് വീണ്ടും എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാം മൊഡ്യൂൾ 4 മാർക്ക് ലിസ്റ്റിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ ഒരു മാർക്ക് ലിസ്റ്റ് ഉണ്ട്. ഒരു മാർക്ക് ലിസ്റ്റിനെ കുറിച്ചുള്ള പേരൊക്കെ ഉണ്ട്. ജസ്റ്റ് ഈ ഫയലൊന്നും എന്ത് ചെയ്യാം, ഒന്ന് മോഡിഫൈ ചെയ്യണം. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഈ സൈസിനനുസരിച്ചിട്ട് കുട്ടികളുടെ സൈസിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മൾ ഇതൊന്ന് ഈ കോളത്തിലുള്ള കുട്ടികളെന്നല്ല ഈ കോളത്തിലുള്ള കണ്ടൻറ്റ് സൈസിനനുസരിച്ച് നമുക്ക് ക്രമീകരിക്കാം. ഓക്കെ, ഞാൻ അതൊക്കെ സെലക്ട് ചെയ്യുന്നു. പിന്നെ ഈ മുകളിലുള്ള ഒരു 2 ഭാഗത്തേക്കും വലത് ഭാഗത്തേക്കും ഇടത് ഭാഗത്തേക്കും സൂചിപ്പിക്കുന്ന ആരുണ്ട്, അതിന്മേൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടി. ഓക്കെ, അപ്പോൾ ഒരു വൃത്തിയായി. ഇനി നമുക്കൊരു സീരിയൽ നമ്പർ ഒരു കോളം വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ റൈറ്റ് ഇൻസേർട്ട് താഴെ ലെഫ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, ഒന്ന് ചെറുതാക്കുന്നു. ഇവിടെ SN ആഡ് ചെയ്യുന്നു, സീരിയൽ നമ്പറിന് ആഡ് ചെയ്യുന്നു. SN. ഓക്കെ, താഴെ സെലക്ട് ചെയ്യുന്നു, ബോർഡർ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, കളർ ഈ ഹെഡിങ്ങിന് കളർ കൊടുക്കല്ലേ, ഹെഡിങ്ങിന് കളർ മാറ്റാം. ലൈറ്റ് ആയിക്കോട്ടെ. ഓക്കെ, ബോൾഡ് ചെയ്യാം, സെൻട്രൽ അലൈൻമെൻ്റ് ആക്കാം. ഓക്കെ, ഹെഡിങ് ഉഷാറായി. ഇനി നമുക്ക് ഒരു സീരിയൽ നമ്പർ കൊടുക്കാം. ഓക്കെ, തസ്ലീം വരെ ഓട്ടോഫിൽ കോപ്പി ചെയ്യുന്നു, പേസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മളത് പിന്നെ പെൺകുട്ടികൾക്കും 1 മുതൽ 10 വരെയുള്ള രൂപത്തിൽ അറേഞ്ച് ചെയ്തു. അപ്പോൾ ഓക്കെ, ഇത് നമ്മൾ ഇതുവരെ ചെയ്തു, നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, നമുക്ക് സിമ്പിളായി ചെയ്യാവുന്നതാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ ഒരു കോളം ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇവിടെ മുകളിൽ കോളം ആഡ് ചെയ്യുന്നു. ഈ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് എൻ്റയർ റോ, മുകളിൽ കോളല്ല മുകളിൽ റോ ആഡ് ചെയ്യുന്നു. എൻ്റയർ റോ സെലക്ട് ചെയ്യാം, മുകളിൽ റോ ആഡ് ചെയ്യുന്നു, ഒന്നുകൂടെ ആഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യാം, എനിക്കിത് മെർജ് ചെയ്യാമാണെങ്കിൽ മെർജ് ചെയ്യുന്നു, മെർജ് കൊടുക്കുന്നു. നമുക്ക് ടോട്ടലിൽ കള്ളി വേണം, അപ്പോൾ ഞാൻ ഒന്നുകൂടി കയറ്റി മെർജ് ചെയ്യുന്നു. ഓക്കെ, മെർജ് ഇതുപോലെ മെർജ് ചെയ്യുന്നു, മെർജ്. ഇനി നമുക്ക് ടോട്ടൽ കൂടെ ആഡ് ചെയ്യാം, ടോട്ടൽ ബോൾഡ് ചെയ്യാം, സെൻട്രൽ അലൈൻമെൻറ്റ് കൊടുക്കാം, കളറ് ഈ ഒരു കളർ കൊടുക്കാം. ഓക്കെ, ബോർഡർ കൊടുക്കാം. ഓക്കെ, ബോർഡർ കൊടുത്തൊന്ന് സൈസ് ചെറുതാക്കാം. ഓക്കെ, ഞങ്ങൾക്ക് ഇവിടെ മുകളിൽ വേണമെങ്കിൽ മദ്രസിൻ്റെ പേര് കൊടുക്കാം, വൃത്തിയാവും. മഅ്ദനുൽ ഉലൂം മദ്രസ. ഓക്കെ, താഴെ എന്താ കൊടുക്കേണ്ടത്, ക്വാർട്ടർലി എക്സാം കൊടുക്കുന്നു. ഒന്ന് വലുതാക്കാം, കൊടുക്കാം, ഒന്ന് വലുതാക്കാം,
14 കിടക്കട്ടെ, 14 വേണ്ട, 12 മതി. ഓക്കെ, ഇതും 12 ആണോ? അതൊക്കെ 10 ആണല്ലേ. ഓക്കെ, ഇനി ഇതൊന്ന് ഒരു 11 ആക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റാം. ഫില്ല് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. ഓക്കെ, ഇതിന് വേണമെങ്കിൽ കളർ കൊടുക്കാം. ഒന്നുകൂടെ ഇടവിട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഡാർക്ക് കൊടുക്കാം. എന്നിട്ട് ഫോണ്ട് ഒന്ന് ലൈറ്റ് ആക്കാം. ഓക്കെ ഓക്കെ, ഇതിന് ബോർഡർ കൊടുത്തിട്ടില്ല, ബോർഡർ കൊടുക്കാം. ഓക്കെ, വൃത്തിയായി. ഒരു മാർക്കസിൻ്റെ കോലത്തിലായി. നമുക്ക് ഇതിനൊക്കെ എന്ത് ചെയ്യാം, ഈ വിഷയങ്ങളൊക്കെ ഒരു ഫുള്ള് വേണമെന്നില്ല. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, സെൻട്രൽ അലൈൻമെൻറ്റ് മാറ്റിയിട്ട് ലെഫ്റ്റ് അലൈൻമെൻറ്റ് കൊടുക്കുന്നു. എന്നിട്ട് താരിഖ് വലിയ കോളാണ്, നമുക്ക് ലിസാൻ്റെ സൈസ് മതി. താരിഖ് ഓക്കെ ഓക്കെ, എത്ര മതി എന്നാലും കാണും. ഓക്കെ, അപ്പോൾ ഇത്ര നമ്മൾ ആഡ് ചെയ്തു. ഇതിനൊക്കെ ഫോണ്ടും ജസ്റ്റ് ചേഞ്ച് ചെയ്യാം. ഒരു മിനിറ്റ്, ക്ലോസ് ആയിപ്പോയി. ഫോണ്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക, നമ്മുടെ ഈ മുകളിൽ എയുടെയും 1-ൻ്റെയും ഇടയിലൊരു ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എൻ്റയർ വർക്ക് ബുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമ്മൾ എ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, എനിക്ക് പറ്റിയൊരു ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്യാണ്. ഞാനൊരു മോൺസറാറ്റ് കൊടുക്കാം, മോൺസറാറ്റ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇതൊന്ന് വീണ്ടും പേരൊന്ന് അറേഞ്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, യെസ്, മദ്രസ ആയില്ലോ, മദ്രസ ആയില്ലല്ലേ. ഇവിടെ മദ്രസ എന്ന് കൊടുക്കാം. യെസ്, മദ്രസ, ക്ലിയർ. അപ്പോൾ ഇവിടെ ഓക്കെ, ക്വാർട്ടർലി എക്സാം കൊടുത്തിട്ടുള്ളൂ. 2025 എന്നുണ്ട്, 25 STD 5. ഓക്കെ, ഇപ്പോൾ കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളെ. ഇനി നമുക്ക് ടോട്ടൽ ആഡ് ചെയ്യണം. ടോട്ടൽ ആഡ് ചെയ്യാൻ എന്താ, വളരെ സിമ്പിൾ അല്ലേ. ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ ഈസിക്കൽ ടു അടിക്കുന്നു. ഈസിക്കൽ ടു സം, മുകളിൽ വന്നു ക്ലിക്ക് ചെയ്യാം. 25 ക്ലിക്ക് ചെയ്യാം, ഖുറാൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യാം, ഇങ്ങോട്ട് വലിക്കാം. നമ്മൾ ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എന്താണ്, താഴോട്ട് നമുക്ക് ഇറങ്ങി വരണം അല്ലേ. ലോക്ക് ചെയ്താൽ നമുക്കറിയാം താഴോട്ട് ഇറങ്ങാതെ ഒരു ഭാഗത്ത് നിൽക്കും. ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ നിൽക്കണം. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്നു, 187 ആണ്. ഞാൻ സെൻട്രൽ അലൈൻമെൻറ്റ് കൊടുക്കുന്നു, ബോൾഡ് ആക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് 2 രൂപത്തിൽ ചെയ്യാം. ഓട്ടോ ഫിൽ ചെയ്യാം. നമ്മൾ നമ്പറൊക്കെ ഓട്ടോ ഫിൽ ചെയ്യുന്ന പോലെ താഴോട്ട് കോപ്പി ചെയ്യാം. അല്ലാതെ നമുക്ക് നേരെ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്യുന്നു, ഞാൻ കോപ്പി അടിക്കുന്നു, ഇവിടെ സെലക്ട് ചെയ്യുന്നു, താഴോട്ട് ഡ്രാഗ് ചെയ്യുന്നു, ഒന്നുകൂടി ഇതിനെ സെലക്ട് ചെയ്ത ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു, പേസ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായി, നമുക്ക് ടോട്ടൽ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു നമ്മൾ പറഞ്ഞപ്പോഴും ഒരു B2 നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, B2 നമ്മൾ നമ്മുടെ കോളോ കള്ളിയൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ നന്നാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇവിടെ കള്ളി ആഡ് ചെയ്യുന്നു, ഒരു കോളം ആഡ് ചെയ്യുന്നു, മുകളിലും ഒരു റോ ആഡ് ചെയ്യുന്നു. അതിൻ്റെ കളർ റീസെറ്റ് ചെയ്യുന്നു, റീസെറ്റ്. ഓക്കെ, ഇവിടെ കളർ നമുക്ക് എന്ത് ചെയ്യാം, റീസെറ്റ് ചെയ്യാം, റീസെറ്റ്. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇത് വൃത്തിയായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റീനെയിം ചെയ്യാം. ലിസ്റ്റ് 1 എന്ന് കൊടുക്കുന്നു, ലിസ്റ്റ് 1. ഓക്കെ, ഇതിൻ്റെ ഒരു ഗ്രിഡ് ലൈൻ നമുക്കൊന്ന് ജസ്റ്റ് കളയാം. ഓക്കെ, ഇപ്പോൾ ഒരു വൃത്തിയുള്ളൊരു കാര്യമായി അല്ലേ. അപ്പോൾ മായത്തിലുള്ള മദ്രസയുടെ ക്വാർട്ടർലി എക്സാമിൻ്റെ 5ാം ക്ലാസ്സിലെ റിസൾട്ട് നമ്മൾ ഉണ്ടാക്കി. ഇതിലിപ്പോൾ ആദ്യം കുട്ടികളുടെ പേര് ഞാൻ ആദ്യം അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അത് അടിക്കുന്ന സമയം പോകും. മാർക്ക് പിന്നെ നമ്മൾ അപ്പോഴാണ് മാർക്ക് അടിക്കാം. ഓക്കെ, മാർക്ക് നമ്മൾ മാർക്ക് കിട്ടുന്ന സമയത്താണ് അടിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ മാർക്കും അതല്ലാത്തൊക്കെ നമുക്ക് വിഷയങ്ങളുടെ പേര് ആദ്യം അറിയാം, അത് നമുക്ക് നേരെ അടിച്ചു വെക്കാം നേരത്തെ. ടോട്ടലാണ് വിടാനുള്ളത്. പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ലൈവായിട്ട് ഉണ്ടാക്കി കാണിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ പറയാനുള്ള ആൾട്ടർനേറ്റിംഗ് കളേഴ്സ് എന്നുള്ളൊരു ഫീച്ചറാണ്, അത് പറയാം. ആൾട്ടർനേറ്റിംഗ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നോക്കാം, നമ്മൾ ഈ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ നോക്കുകയാണ്. ഫാത്തിമ നദ OP, അപ്പോൾ 18 ആണോ 26 ആണോ നമുക്കറിയില്ല. അപ്പോൾ തസ്ലീമ 26, അപ്പോൾ 18 ആണോ 26 നമുക്ക് ജസ്റ്റ് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇങ്ങോട്ട് ഇങ്ങനെ നീക്കി വെക്കേണ്ടി വരും. ഇതിപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹാജർ പട്ടികയിലൊക്കെ നമ്മൾ മാസാവസാനം കാണുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വിരൽ വെച്ച് ഇങ്ങനെ നീക്കി കൊണ്ടുവരും കുട്ടീൻ്റെ പേര് നേരെ, അങ്ങനെ സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഓവർകം ചെയ്യാനാണ് നമ്മളൊരു ആൾട്ടർനേറ്റിംഗ് കളേഴ്സ് എന്നൊരു ഫീച്ചർ. അതായത് ഒന്നിടവിട്ട് വേറെ കളർ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു തൊട്ട് മുകളിലുള്ളതും തൊട്ട് താഴെയുള്ളതും വ്യത്യസ്ത കളറാവുന്ന സമയത്ത് നമുക്ക് അത് മാറിപ്പോകാത്ത ഒരു ഫീച്ചറാണ് ആൾട്ടർനേറ്റിംഗ് കളേഴ്സ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്യാം. ഇത് നമ്മൾ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൈവ് കേൾക്കാത്തവർക്കും നമ്മുടെ സിലബസിൻ്റെ ഭാഗമായിട്ട് പറയുന്നതിന് വേണ്ടിയിട്ട് ഒന്നും കൂടെ പറയുകയാണ്. ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നു, മുകളിൽ സെലക്ട് ചെയ്യരുത്, ടാബിൾ മാത്രം സെലക്ട് ചെയ്യുക. മുകളിൽ ടാബിളിൻ്റെ ഭാഗമല്ല, ഹെഡിങ് ആണ്. ഓക്കെ, ഇതാണ് ടാബിൾ. ടാബിൾ എന്ന് പറയുമ്പോൾ ഒരു ടാബിൾ ഹെഡിങ്, ടാബിൾ ഹെഡർ ഉണ്ടാവും.
ടേബിൾ ഹെഡർ എന്ന് പറഞ്ഞാൽ SN നെയിം അതൊക്കെയാണ് ടേബിൾ ഹെഡർ. അതൊക്കെ സെലക്ട് ചെയ്തു. ഞാൻ എന്ത് ചെയ്യുന്നു, മുകളിലുള്ള ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഫില്ല് ക്ലിക്ക് ചെയ്യുന്നു. സോറി ഫില്ലല്ല, ഫോർമാറ്റ് സെൽ, ക്ഷമിക്കണം. ഒന്നുകൂടി എടുക്കാം. SN ക്ലിക്ക് ചെയ്യുന്നു, മുകൾ സെലക്ട് ചെയ്യുന്നു, ഫോർമാറ്റ് സെൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, താഴെ ഉണ്ടാവും ആൾട്ടർനേറ്റീവ് കളേഴ്സ്. ഓക്കെ, ആൾട്ടർനേറ്റീവ് കളേഴ്സ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ചോദിക്കണം ഹെഡർ ഉണ്ടോ, നമ്മൾ ഇതിന് ഹെഡർ ഉണ്ടോ എന്ന് ചോദിക്കണം. നമുക്ക് ഹെഡിങ് ഇല്ലേ, നമ്മൾ എന്താ പറയുക, സീരിയൽ നമ്പർ, നെയിം, സബ്ജക്റ്റിൻ്റെ പേരൊക്കെ നമ്മൾ ഹെഡിങ് ആണ്. അപ്പോൾ ഹെഡിങ് ഉണ്ടെങ്കിൽ ഹെഡിങ് കൊടുക്കുക, ഇല്ലെങ്കിൽ ഓഫാക്കി ഇടാം. നമുക്ക് ഉണ്ടാകുന്ന ഹെഡിങ് കൊടുക്കുന്നു. ഇതിൽ നമുക്ക് താല്പര്യപ്പെടുന്നൊരു കളർ സ്കീം നമുക്ക് കൊടുക്കാം. ഇതിൽ പറ്റാത്ത കളർ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടാക്കുകയും ചെയ്യാം, നമുക്ക് കസ്റ്റമായിട്ട് ആഡ് ചെയ്യുകയും ചെയ്യാം. അത് ജസ്റ്റ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഓറഞ്ച് തീം സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വളരെ മനോഹരമായിട്ട് എന്തായി, ഇതൊരു ആൾട്ടർനേറ്റീവ് കളേഴ്സിലേക്ക് മാറി. വളരെ മനോഹരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു ഹാജർ പട്ടിക ഉണ്ടായി. നമുക്ക് കുട്ടിയുടെ പേരൊന്നും മാറില്ല. ജസ്റ്റ് പെൺകുട്ടികളെ ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫസ്റ്റ് പെൺകുട്ടീൻ്റെ ഇത് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ജസ്റ്റ് കളർ മാറ്റിയിടാം. ഞാൻ ജസ്റ്റ് അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പെൺകുട്ടികളതും ആൺകുട്ടികളും തമ്മിൽ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ പെൺകുട്ടീനെ മാത്രം ആഡ് ചെയ്താൽ മതി. സാധാരണ മദ്രസയിലൊക്കെ പെൺകുട്ടികൾ രണ്ടാമത് ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ രൂപത്തിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കാം. നമ്മുടെ ഇതിൽ മാർക്ക് ലിസ്റ്റിൽ ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചാപ്റ്ററാണ് മാർക്ക് ലിസ്റ്റ് വിത്ത് ടോട്ടൽ ആൻഡ് പെർസെൻറ്റേജ്. ഇതിലൊക്കെ പെർസെൻറ്റേജ് കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു ലിസ്റ്റ് ഫുള്ള് നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യുന്നു, ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്യാം, ഈ താഴെ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ഷീറ്റിൻ്റെ നെയിമിൽ താഴെ ആരോ ക്ലിക്ക് ചെയ്യുന്നു, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ഒന്ന് റീനെയിം ചെയ്യാം. റീനെയിം ചെയ്യേണ്ടേ, ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാം. ലിസ്റ്റ് 2 ആക്കുന്നു. ഓക്കെ വന്നു. നമുക്ക് എന്തെങ്കിലും പെർസെൻറ്റേജിൻ്റെ കോൾ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒന്ന് ഉള്ളിൻ്റെ അകത്ത് കൊടുക്കുന്നു. ഓക്കെ, ഇതിൻ്റെ അകത്തുനിന്ന് കൊടുക്കുന്നു. ശ്രദ്ധിച്ചില്ലേ, ഒന്നുകൂടി ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് ഒന്നുകൂടി മെർജൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ജെ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇതിൻ്റെ ഇടത് ഭാഗത്തേക്ക് ഒന്ന് ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി അത് കോപ്പി ചെയ്യുന്നു, ടോട്ടൽ കോപ്പി ചെയ്യുന്നു. ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ടോട്ടൽ ഇവിടെ വേണ്ടത് പേസ്റ്റ്, പെർസെൻറ്റേജ് അവിടെ വേണ്ടത്. ഇപ്പോൾ ഇതിൽ ഹെഡിങ് മാറ്റി കൊടുക്കാം. എന്ത് ആക്കുന്നു, പെർസെൻറ്റേജ് നോക്കുന്നു, പെർസെൻറ്റേജ്. ഓക്കെ, ഇത്ര മതി. ഫുള്ള് ഇതാനുള്ള ഒരു സ്ഥലമില്ല, അലൈൻമെൻറ്റ് ജസ്റ്റ് ഇങ്ങോട്ടാക്കി കൊടുക്കുക, എന്നാലേ കാണുള്ളൂ. പെർസെൻറ്റേജ് ആക്കുന്നു. ഇനി നമുക്കിതിൻ്റെ ശതമാനം ആഡ് ചെയ്യണം. ഓക്കെ, ശതമാനം ആഡ് ചെയ്യണം. ഓക്കെ, ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഇത് ഇവിടെയുള്ള ഡിലീറ്റ് ചെയ്യുന്നതാണ്, ക്ലിയർ അടിക്കുന്നു. ഓക്കെ, ഇനി ശതമാനം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ശതമാനത്തിൻ്റെ മാത്തമാറ്റിക്സ് നമ്മൾ മനസ്സിലായെങ്കിൽ ഇത് മനസ്സിലാവില്ല, കൊല്ലം വിചാരിക്കുന്നു. അതായത് കുട്ടിക്ക് ആകെ നേടിയ 167 മാർക്കാണ്. 167 എത്രയാണ് 167 നേടിയെന്ന് നോക്കുന്നത്. അപ്പം എല്ലാ വിഷയവും IBയിലാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എണ്ണി നോക്കാം. ഖുറാനി, ഫുൾ ഫിഖ്, ദുറൂസ്, താരിഖ്, ലിസാൻ. ഓക്കെ, ഇത് 5ാം ക്ലാസ് വിഷയമല്ലല്ലേ, ഇതൊരു 7th വിഷയമായിരിക്കും അല്ലേ, 6th 7th വിഷയമായിരിക്കും അല്ലേ. 4 വിഷയം എന്ന് പറയുമ്പം ഇപ്പോൾ 4 വിഷയമുള്ളൂ. അപ്പോൾ 6th വിഷയമാണ്. 5ൽ കുറച്ചുകൂടി പുസ്തകം കൂടും. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഒരു 5 എന്നുള്ള മാറ്റി കൊടുക്കാം, ജസ്റ്റ് 6 നോക്കാം. ഓക്കെ, പോട്ടെ. ഏതായാലും അപ്പം ഒരു 300 മാർക്കാണ് എക്സാം ഉണ്ടാവില്ല. 6 വിഷയങ്ങൾ, 6 × 50 300ആണ്. അപ്പോൾ 300ലാണ് 167 കിട്ടിയത്. അപ്പോൾ 300ൻ്റെ 167 എത്രയെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഈസിക്കൽ അടിക്കുന്നു. ഈസിക്കൽ ടു 167 ക്ലിക്ക് ചെയ്യാം. എന്താ ചെയ്യുക, ഡിവൈഡഡ് ബൈ 300 അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ വലിയ സംഖ്യ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്തല്ല, ഇത് ശതമാനമായിട്ട് ജസ്റ്റ് ഇതായിട്ടുള്ളൂ, 55 ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ശതമാനത്തിലേക്ക് മാറ്റണം. അതിൻ്റെ മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് താഴോട്ട് കോപ്പി ചെയ്യാം. ഞാൻ എന്ത് ചെയ്യും, താഴോട്ട് നോക്കുന്നു, ഓട്ടോഫിൽ എടുക്കുന്നു. ഓട്ടോഫിൽ ഓക്കെ, ഓട്ടോഫിൽ അപ്പോൾ ഈ യെല്ലോ കളർ പോയി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യെല്ലോ കളർ ഓട്ടോഫിൽ അത് പോയി നമുക്ക് വീണ്ടും പിന്നെ ആഡ് ചെയ്യാം. ഒന്നുകൂടി യെല്ലോ കളർ ഇവിടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ അത് പെർസെൻറ്റേജ് ആയിട്ടില്ല എന്നൊക്കെ മനസ്സിലാകും. കാരണം എന്താണ്, 0.55ആണ്. അപ്പോൾ ഇത് പെർസെൻറ്റേജ് ആക്കാൻ വളരെ സിമ്പിളാണ്. ഒക്കെ സെലക്ട് ചെയ്യുക. നമ്മൾ പറയാത്തൊരു മേഖലയുണ്ട്, ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞ മേഖലയുണ്ട്. അപ്പോൾ അതിലാണ് ഇത് പോവേണ്ടത്. ഓക്കെ, നമ്മൾ മുകളിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് താഴെയുള്ള ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഈ കണ്ടീഷൻ ഫോർമാറ്റിൻ്റെ തൊട്ട് മുകളിൽ ഒരു 1, 2, 3 കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ ചോദിക്കുന്നില്ലേ, പെർസെൻറ്റ് കൊടുക്കണല്ലേ, 4ാമത്തെ ഓപ്ഷൻ
പെർസെൻറ്റ്, ആ പെർസെൻറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായി എന്തായി പെർസെൻറ്റേജിലേക്ക് മാറിയത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ 55% ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കുട്ടിക്ക് 55% ഉള്ളത്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, പഴയ പോലെ ഒന്ന് റീസെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 55% ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഇത് കുറക്കട്ടോ, ഇതിൻ്റെ പോയിന്റിന് ശേഷമുള്ള സംഖ്യ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക ചെയ്യാം. അതിനെന്ത് ചെയ്യാം, വീണ്ടും ഇവിടെ വരിക. എന്നിട്ട് ഇവിടെ കണ്ട നിങ്ങൾ താഴെ കാണാൻ പറ്റുന്നത് ഈ ഒരു കണ്ടീഷൻ ഫോർമാറ്റിൻ്റെ തൊട്ട് മുകളിൽ മൂന്നാമത്തെ ഓപ്ഷൻ ഒരു പിന്നെ യൂറോ ചിഹ്നത്തിൻ്റെ അപ്പുറത്ത് ശതമാനം, അതിൻ്റെ അപ്പുറത്ത് എന്തുണ്ട്, ഒരു ഒരു 0 അല്ലേ, അതിൻ്റെ ഒരു ചിഹ്നമുണ്ട്, 0.0 അങ്ങോട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, കുറയും. കൂടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൂട്ടും ചെയ്യാം, അങ്ങനെ കുറക്കും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ രൂപത്തിലാവുമ്പോൾ അത് വളരെ മനോഹരമായി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ 55%, 60% നമുക്ക് കാണാൻ പറ്റി. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു അധ്യായത്തിൽ പറയണത് എന്താണ്, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ തോറ്റ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മാർക്ക് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഹൈലൈറ്റ് ചെയ്യാം. മാർക്കാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഈ മാർക്ക് മൊത്തം സെലക്ട് ചെയ്യാം. ഓക്കെ, ഖുർആൻ മുതൽ ഇതൊക്കെ സെലക്ട് ചെയ്യുന്നു, മാർക്ക് മൊത്തം സെലക്ട് ചെയ്യണ്ടോ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ മുകളിൽ ക്ലിക്ക് ചെയ്യുന്നു, ഇതവിടെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈസ് നോട്ട് എംപ്റ്റി എന്നിട്ട് പകരം എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പോൾ ഇവിടെ കളർ ആവുക എന്താണ്, ഫോർമാറ്റ് സെൽസ്. ഇന്ന് ഈ പിന്നെ സെല്ലുകൾക്ക് ഫോർമാറ്റ് കൊടുക്കണം. ഈ എന്താണെങ്കിൽ ഈ സെല്ലുകൾ എംപ്റ്റി അല്ല എന്നുണ്ടെങ്കിൽ അല്ലേ, അപ്പോൾ അതല്ല നമുക്ക് വേണ്ടത്. അപ്പം കാലി അല്ലാത്ത എല്ലാ സെല്ലിലും കളർ കൊടുക്കും. നമുക്ക് അതല്ല വേണ്ടത്. നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് 18നേക്കാൾ കുറയണം അല്ലേ. അപ്പം നമുക്ക് 20, നമ്മൾ പാസ് മാർക്ക് എന്താക്കും, 20 ആക്കുന്നു. അപ്പം 20 20നേക്കാൾ കുറവോ ആണെന്നുണ്ടെങ്കിൽ, അല്ല 20നേക്കാൾ കുറവല്ല, 20നേക്കാൾ കുറവ്. ഓക്കെ, 19 മുതൽ അല്ലേ, 19ഉം അതിൻ്റെ താഴെയുള്ളതാണ് ഫെയിലാവുക. അപ്പോൾ 20നേക്കാൾ കുറവ്. അപ്പം നമ്മൾ ലെസ് ദാൻ കൊടുക്കുന്നു. ലെസ് ദാൻ കൊടുത്തിട്ട് നമ്മൾ ഇവിടെ 20 ടൈപ്പ് ചെയ്യാം. 20 ടൈപ്പ് ചെയ്യാം. ഇവിടെ താഴെ കളറിൻ്റെ സ്റ്റൈലുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു റെഡ് 1 2 3 സെലക്ട് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് കസ്റ്റമായിട്ട് വേറെ കളറൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ചെയ്ത് കാണിക്കാം, കസ്റ്റം ചെയ്ത് കാണിക്കാം. ഈ ഫില്ല് കളർ എന്ത് ചെയ്യാം, നമുക്ക് ഒരു റെഡ് കൊടുക്കാം. ഇത്ര റെഡ് മതി, യെസ് അത്ര മതി. ഓക്കെ, എന്നിട്ട് ഡൺ കൊടുക്കാം. ഡൺ കൊടുത്താൽ ഓക്കെ, ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ 18 മാർക്ക് കിട്ടിയ കുട്ടികൾ അല്ലേ. അപ്പോൾ 20 താഴെയുള്ളവരൊക്കെ എന്തായി, ഫെയിലായിട്ട് കാണാൻ പറ്റും. ഓക്കെ, നമുക്കത് ജസ്റ്റ് 18 എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് 20 ആക്കി കൊടുത്താൽ എന്ത് ചെയ്യും, ചെക്കൻ അല്ലെങ്കിൽ കുട്ടി ജയിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, 20. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് 30 എന്നുള്ള നമുക്ക് ജസ്റ്റ് ഒരു 15 ആക്കി നോക്കിയാൽ ആ കുട്ടി ഫെയിൽ ആവണത് ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ചെയ്യണം കാണാൻ പറ്റും. ഇതിനാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുക. ഓക്കെ, ജസ്റ്റ് ചെയ്ത് നോക്കുക. സംശയം ഉണ്ടെങ്കിൽ വീഡിയോ വീണ്ടും എടുത്ത് കാണുക. ഓക്കെ, ഇത് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് കാണിക്കാം. ഇവിടെ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ഒരുപാട് ഓപ്ഷൻ കാണാൻ പറ്റും. എന്ത് ഇഫ് നോട്ട് എംപ്റ്റി എന്നുണ്ട്, ഗ്രേറ്റർ ദാൻ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 50 45 മുകളിൽ നമുക്ക് പച്ച കാണിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി ഇങ്ങോട്ട് തന്നെ വരുന്നു. ഓക്കെ, ഇത് മൊത്തം സെലക്ട് ചെയ്യുന്നു. 45 മുകളിൽ മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഉസ്താദ് പ്രത്യേക സമ്മാനം കൊടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യണം. വീണ്ടും ഈ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു കണ്ടീഷൻ ഫോർമാറ്റിംഗ് വരുന്നു അല്ലേ. താഴെ ഉണ്ട് എന്ത്, ന്യൂ റോൾ അല്ലേ. ഓക്കെ, ന്യൂ റോൾ താഴെ ഉണ്ട്, കാണാത്തതുകൊണ്ടാണ്. ഓക്കെ, താഴെ ന്യൂ റോൾ എന്നുണ്ട്. ആ ക്ലിക്ക് ചെയ്താൽ ഒരു ബ്ലൂ കളറിലുള്ളതാണ് ന്യൂ റോൾ വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഗ്രേറ്റർ ദാൻ അല്ലേ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 45 മുകളിലുള്ളതോ അതാണല്ലേ. ഗ്രേറ്റർ ഓർ ഈക്വൽ ടു കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, 45 കൊടുക്കുന്നു. ഓക്കെ, ഇനി കളർ ഫോർമാറ്റ് എന്ത് കൊടുക്കുന്നു, ഒരു ഗ്രീൻ കൊടുക്കുക അല്ലേ, ഗ്രീൻ. ഓക്കെ, ഡൺ കൊടുക്കുന്നു, ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ കാണാൻ പറ്റും 45 മുകളിലത് പച്ച കളറിലും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ തോറ്റാലും ഈ രൂപത്തിൽ, അപ്പോൾ ഉദാഹരണം ഇവിടെ ഫെയിൽ എന്നുള്ള സ്റ്റാറ്റസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാസ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫെയിൽ റെഡിൽ കാണിക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് വെച്ചാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മാർക്ക് ലിസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് കാണുന്ന സമയത്ത് ആരൊക്കെ ഏതൊക്കെ വിഷയം തോറ്റത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു 3 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ട് പറയാനുള്ളത്, പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യമായിട്ടൊന്നും പിന്നെ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഈ പഠനം മുന്നോട്ട് പോകില്ല. എക്സലുമായിട്ടുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു.